ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ചെങ്കലവയാണ് കിട്ടിയത്. നമ്മൾ ചുമന്ന മീനെന്നുമൊക്കെ പറയും. അതൊക്കെ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചക്കയുണ്ട്, അത് നമുക്ക് എറിശ്ശേരി വെക്കാം. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ പരിപാടികൾ നമുക്ക് തുടങ്ങിയാലോ. മൺചട്ടിയിലേക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായപ്പോൾ ഉലുവയിട്ട് പൊട്ടിച്ചു. പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ് ഞാൻ, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള പൊടികൾ ചേർത്ത് ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഞാൻ ഒരിത്തിരി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിക്കൊരു കൊഴുപ്പ് കിട്ടും നമ്മളിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ചേർക്കുമ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ കുതിർത്ത് വെച്ച് ചേർക്കുന്നത്. നന്നായിട്ട് നമുക്ക് പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല പച്ചമുളക്. പിന്നെ ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. കറി ഒന്ന് നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മീൻ പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോകും. ചുമന്ന മീനാണ്, അതിനു വേണ്ടി മാംസം ഹാർഡല്ല, സോഫ്റ്റ് മാംസമാണ്. അതുകൊണ്ട് ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ മീനങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കറിയുടെയൊക്കെ ഉപ്പൊക്കെ നോക്കി നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രം ഒന്ന് മീനിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മീനിട്ടേച്ച് കിടന്ന് തവിയിട്ട് ഒരുപാട് ഇളക്കരുത്. ഇളക്കിയാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതാണ്ട് മീൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോഴത്തേക്ക് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. താണ്ട കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ കറി ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഈ സമയം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, നന്നായിട്ട് എണ്ണയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചക്കയുണ്ടെന്ന്. ചക്കയായാൽ പിന്നെ എന്നും ചക്കയായിരിക്കും. കുറേ ദിവസമായി ചക്ക തിന്നാൻ തുടങ്ങിയിട്ട്. തിന്ന് മടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ വെട്ടിപ്പൊളിച്ച് അരിഞ്ഞ് വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നും വേവിക്കുകയല്ലേ, ഇന്ന് ഇത്തിരി എറിശ്ശേരി വെക്കാമെന്ന് കരുതി. നമ്മൾ എറിശ്ശേരി എന്നാണ് പറയുന്നത്, വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. എറിശ്ശേരിക്ക് നമ്മൾ ചക്കക്കുരു കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പോൾ ചക്ക അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ചക്കക്കുരു ഇട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. വെന്തിട്ട് ഉപ്പിച്ചിട്ട് ചേർത്താലും മതി. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പം ചക്കക്കുരുവൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പറിയാമല്ലോ, ചക്കയ്ക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക് എല്ലാം കൂടെ ഇച്ചിരി എറിശ്ശേരി ആയതുകൊണ്ട് നന്നായിട്ട് അരച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചക്കയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ വറവിട്ട് കൊടുക്കണം. വറവിനകത്ത് നമ്മൾ ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. എറിശ്ശേരിക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചക്ക എറിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചക്ക എറിശ്ശേരിക്ക്. അപ്പോൾ നമ്മുടെ എറിശ്ശേരി ഇവിടെ റെഡിയാണ്. പിന്നെ ഇന്നലത്തെ ചാള ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ച് വറുക്കാമെന്ന് കരുതി കുറച്ച് ചാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ തേച്ച് പുരട്ടി കുറച്ച് നേരം വെച്ചതാണ്. അതുകൊണ്ട് ചൂടായപ്പോഴത്തേക്ക് അത് എണ്ണയിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ മീൻ. അപ്പോൾ അതാണ്ട് മീനൊക്കെ മൂത്തിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തത് വേറെ റെഡിയാണ്. ഇനി നമ്മളൊരു വഴുതനങ്ങ ഉലർത്താണ് ചെയ്യുന്നത്. ഒരുപാട് ചേരുവകളൊന്നുമില്ല. ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും എടുത്തിട്ടില്ല. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് എണ്ണ ചൂടായപ്പം സവാള ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വഴുതനങ്ങയുടെ ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. വഴുതനങ്ങയൊക്കെ അളിഞ്ഞു പോകരുത്, എന്നാൽ വേവുകയും വേണം. വഴുതനങ്ങ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കിത്തിരി മസാലകൾ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് നന്നായി പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. പിന്നെ ഇന്നലെ നമ്മുടെ ചാള മീൻ ഇരുമ്പ് പുളിയിട്ട് തോരൻ വെച്ചതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ. നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കുശാലായി കേട്ടോ. അപ്പം നമുക്ക് ദണ്ടത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താലോ. ഇന്ന് ഞാൻ പാത്രം വീണ്ടും മാറ്റി പിടിച്ചിട്ടുണ്ട്. ആദ്യമേ ഇടുന്ന ആ പാത്രം ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു. ഇതാകുമ്പോൾ നമ്മുടെ ചോറിനകത്ത് കറിയൊന്നും പറ്റില്ല.
കറി വേണ്ടാത്തവർക്ക് അത് മാറ്റി ഉപയോഗിക്കാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പാത്രത്തിൽ വിളമ്പുന്നത്. അതിലേക്ക് നല്ല മീൻ കറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചാള വറുത്തതുണ്ടല്ലോ, അത് 3-4 വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചാളയായതുകൊണ്ട് 3-4 ചാള വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇരുമ്പി പുളിയിട്ട് ചാള തോരൻ വെച്ചിരുന്നു എന്ന്, അതും ഇത്തിരി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഉലർത്തിയത്, ഞാനതിൻ്റെ റെസിപ്പി എടുത്തിട്ടില്ല. ഇരുമ്പി പുളിയിട്ട് മീൻ തോരൻ വയ്ക്കുന്നത് പോലെ തന്നെ തോരൻ വെച്ചതാണ്. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഉലർത്തിയത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വഴുതനങ്ങയ്ക്ക്. പിന്നെ നമ്മുടെ ചക്ക എറിശ്ശേരിയും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീഡിയോസിലൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, അതെല്ലാം നിങ്ങൾ ക്ഷമിച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ടാറ്റ പറയുകയാണ്. അപ്പോൾ ടാറ്റ.